ഹലോ, ഇന്ന് ഞാനൊരു പക്കാവട ഉണ്ടാക്കാൻ പോവുകയാണേ. സബോള അരിഞ്ഞതാണ്. ഞാൻ ഇടത്തരം ഒരു സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ബാക്കിയാക്കും കേട്ടോ. പിന്നെ ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു കാര്യം ചെയ്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുത്തിട്ടുണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റും കൂടുതൽ അതിനാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അന്നേരം അധികം എണ്ണയും പിടിക്കത്തില്ല. മാത്രമല്ല അതിന് നല്ലൊരു ടേസ്റ്റും വരും, നല്ലൊരു സ്മെല്ലും വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടിയെടുക്കുന്നത്. അതൊന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ദാ ഇതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ ബാക്കി സാധനം എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഉള്ളിയൊക്കെ നന്നായി വഴന്നു വരണം. അപ്പോൾ ഉള്ളിക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങത്തില്ല നമ്മൾ ബാറ്റർ ഉണ്ടാക്കി വെക്കുന്നതിനകത്തേക്ക്. അല്ലെങ്കിൽ ബാറ്ററിനകത്ത് പിന്നെ ഉള്ളിയിൽ നിന്ന് ഉപ്പൊക്കെ ചേർക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങി വരും ഉള്ളിക്കകത്തുനിന്ന്. ഇഞ്ചിയും കൂടെ നമുക്ക് അങ്ങോട്ടിടാം. പച്ചമുളകും കൂടെ ഇടാം നമുക്ക്. കറിവേപ്പിലയും കൂടെ. പച്ചമുളക് ഞാൻ കുറച്ചവിടെ ബാക്കിയാക്കി. ഒത്തിരി എരിവ് വേണ്ടല്ലോ, കാരണം ഇനി ഇതിനകത്ത് ഗരം മസാല ചേർക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇത് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഇന്നലെ ഒന്നും റെസിപ്പി ഒന്നും ഇട്ടില്ല. ഇന്നലെയൊക്കെ എനിക്ക് പനിയായിരുന്നു. എനിക്ക് പനി വന്നിട്ട് ശരിക്കും അങ്ങോട്ട് മാറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് കുറവുണ്ട്, കുറച്ച് ക്ഷീണമൊക്കെ കുറവുണ്ട്. അതുകൊണ്ടാണ് ഇന്നിടുന്നത്. ഇന്നലെയൊക്കെ പനിയുടെ ക്ഷീണമായിരുന്നു, എനിക്ക് തീരെ വയ്യായിരുന്നു. ആശുപത്രിയിലൊക്കെ പോയി വന്ന് ഇപ്പോൾ എനിക്ക് കുറച്ച് കുറവുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് വഴന്ന് വരണം നല്ല പോലെ, അല്ലെങ്കിൽ ബാറ്ററിനകത്തേക്ക് ഉപ്പിടുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കത് അതിനകത്തേക്ക് കടലപ്പൊടി, ഒരു കപ്പ് കടലപ്പൊടി ഞാൻ അളന്നിടുകയാണ്. അതിനകത്തേക്ക് നമുക്കൊരു അരക്കപ്പ് മൈദപ്പൊടി ചേർക്കാം. അരക്കപ്പ് ഫുള്ള് വേണ്ട, അരക്കപ്പ് തന്നെ തികച്ചും വേണ്ട നമുക്ക്. അതിനകത്തേക്ക് നമുക്ക് ആ പൊടിയും കൂടെ അളന്നിടാം. നല്ല 4 മണിക്ക് വേണ്ട, ഇത്രയും എടുക്കുന്നുള്ളൂ. ഞാൻ അരക്കപ്പ് തികച്ചെടുത്തിട്ടില്ല ഞാൻ മൈദപ്പൊടി കൂടുതൽ ഉപയോഗിക്കേണ്ടെന്ന് കരുതി തന്നെയാണ്. പിന്നെ നമുക്കിതിനകത്തേക്ക് 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അതൊരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. കണ്ടോ, അത്രയും സാധനം ഞാൻ ചേർത്തു. ഇനി അതിനകത്ത് ബാക്കി സാധനം ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ സബ്സ്ക്രൈബ് മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇച്ചിരിയും കൂടെ ചേർക്കണം. മുളക് പൊടി ഇച്ചിരിയും കൂടെ ഇടണം അതിനകത്ത്. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ചേർക്കണം. നമുക്ക് ഇതെല്ലാം കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഗരം മസാലപ്പൊടി അതുകൂടെ ചേർക്കാം. മുളക് പൊടി ചേർത്തു, ഒരു ശകലം കൂടിയിട്ട് ഗരം മസാലപ്പൊടി. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. ആദ്യം മൈദപ്പൊടി എടുത്തു, അതിന് ശേഷം ആദ്യം കടലപ്പൊടി എടുത്തു, അതിന് ശേഷം അതിനകത്ത് മൈദപ്പൊടി ചേർത്തു, പിന്നെ അരിപ്പൊടി ചേർത്തു, പിന്നെ മുളക് പൊടി ചേർത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തു, ഗരം മസാലപ്പൊടി ചേർത്തു. ഇതെല്ലാം കൂടെ ചേർത്തു. ഇനി നമുക്കിതിനകത്ത് വെള്ളം ചേർത്ത് ഒന്ന് കുഴയ്ക്കണം. ഉപ്പ് പൊടി ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നമുക്കൊന്ന് കുഴച്ച് ബാറ്റർ ശരിയാക്കി എടുക്കണം. ഉപ്പിടാൻ പോവുകയാണ്. കുറച്ച് ഉപ്പ്, അതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ എളിയ ചാനലിന് നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. നന്നായിട്ട് ഇളക്കി നമുക്ക് വെള്ളം പാകത്തിന് ചേർത്ത് കറക്റ്റാക്കി എടുക്കുക. ആ ഒരു പാത്രത്തിനകത്ത് എടുക്കുന്ന വെള്ളം അത് കറക്റ്റാണ്, എന്നാലും ഞാൻ കുറേശ്ശെ ചേർക്കുന്നുള്ളൂ.
കൂടുതൽ ചേർത്താൽ ഒന്ന് ചേർത്താൽ ശരിയാകത്തില്ല. നമ്മൾ ആ വഴറ്റി ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ടേസ്റ്റ് ഇച്ചിരി കൂടുതലുണ്ടാവും, ഗുണമുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഉള്ളി പച്ച എങ്ങും കടിക്കുകയൊന്നും ചെയ്യത്തില്ല. അതാ ഞാനതുകൊണ്ട് ഇത് വഴറ്റിയതെല്ലാം കൂടെ അതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇഞ്ചി, പച്ചമുളക്, സബോള, കറിവേപ്പില ഇതെല്ലാം കൂടിയാണ് ചേർക്കുന്നത്. മറ്റൊന്നും ചേർക്കണ്ട. കടലപ്പൊടി കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ അത് നല്ലപോലെ എണ്ണയ്ക്കകത്ത് നല്ലോണം പൊന്തി വന്നോളും, നല്ലോണം പൊന്തി വരും. ഇത് പെട്ടെന്ന് നമുക്ക് ചായക്കടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. 4 മണിക്കടിയൊക്കെ ഒരു പെട്ടെന്ന് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരാൾ വന്നാൽ പോലും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കാരണം ഇത് കലക്കി വെക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. കടലപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോൾ പൊങ്ങി വരും നല്ലതുപോലെ. ഇത് ഉള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളത്. അല്ല, കലക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റിയാണ്. വൈകുന്നേരമൊക്കെ നമുക്ക് ചായക്കടിയൊക്കെ ഇതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നല്ല ഇതാ. ടൊമാറ്റോ സോസും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ടൊമാറ്റോ സോസ് ഇപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ എൻ്റെ പറമ്പിൽ തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ ആ തക്കാളിയൊക്കെ പറിച്ച് സോസ് ഉണ്ടാക്കുന്നത് അത് ഞാൻ ആ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. തക്കാളി പഴുത്തതൊക്കെ പറിച്ച് വെക്കുക. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാട്ടേന്ന് കരുതി വെച്ചേക്കുക. ഞാൻ എല്ലാ കൊല്ലവും സോസ് ഉണ്ടാക്കി സൂക്ഷിക്കുക ചെയ്യുക. സോസൊന്നും ഞാൻ വാങ്ങാറേ ഇല്ല. ഇത് കുറച്ചും കൂടെ എണ്ണ വേണം. എണ്ണ തീരെ കുറവാണ് ഞാൻ ഒഴിച്ചത്. കുറച്ചും കൂടെ എണ്ണയൊന്ന് പൊട്ടിച്ചൊഴിക്കട്ടെ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് ചൂടാകുന്നുണ്ട്. എണ്ണയെല്ലാം കൂടെ മറിഞ്ഞു പോയി, ഒക്കെ പുറത്തു പോയി, എണ്ണയൊക്കെ പുറത്തു പോയി. പിയ്യാത്തുണ്ടായിരുന്നു, പിയ്യാത്തേക്ക് ഒഴിച്ചതാണ്. കാഴ്ചക്കുറവുണ്ട്, നല്ലതുപോലെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. കുറേശ്ശെ നമുക്ക് കോരി ഒഴിക്കാം. അന്നേരം ഇങ്ങ് പൊന്തി വന്നോളും. അതിന് പ്രത്യേകിച്ച് ആകൃതിയിലൊന്നും നമ്മൾ ഒഴിക്കണമെന്നില്ല. പൊക്കാവടയ്ക്ക് അങ്ങനെ ആകൃതിയിൽ ഒഴിക്കണമെന്നൊന്നുമില്ല. നമുക്ക് അത് തന്നെ പൊന്തി അങ്ങ് വന്നോളും. അത് പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നും വേണമെന്നില്ല. അത് പൊങ്ങി വരുന്ന സമയത്ത് അതിന് ആ ഷേപ്പ് വന്നോളും. പിന്നെ നമ്മളിതിനകത്ത് കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്ത് കോരി ഇടുകയൊക്കെ ചെയ്യാം. അന്നേരം നല്ലൊരു വേറൊരു ടേസ്റ്റും വരും. ഞാൻ കറിവേപ്പിലയൊന്നും വറുത്തങ്ങനെ കോരി ഇടുന്നില്ല. പിന്നെ ഇത് ചിക്കൻ നമ്മൾ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ചിക്കൻ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തൊന്ന് പുഴുങ്ങിയിട്ട് അതും ഇതിനകത്ത് ഇങ്ങനെ പിച്ചിക്കേറി ഇടാം. ആ വെള്ളം നമുക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ഒഴിച്ച് കുഴയ്ക്കാം. അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. ചിക്കനൊക്കെ ഉപയോഗിക്കുന്നവർക്കേ അത് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചേർക്കാറില്ല. ഞാൻ ചേർത്തുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ മീറ്റും അങ്ങനെ മീറ്റും ചേർത്തുണ്ടാക്കാം. നമുക്ക് മീറ്റിൻ്റെ സ്റ്റോക്ക് ചേർത്ത് മാവ് കുഴയ്ക്കാം. അങ്ങനെ എല്ലാം തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ മുട്ട പൊട്ടിച്ച് ചേർത്ത് ചിലർ ഉണ്ടാക്കാറുണ്ട്. അതും ഞാൻ കണ്ടിട്ടുണ്ട്. മുട്ട പൊട്ടിച്ച് ചേർക്കും ഇതിനകത്ത്. നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കുന്നതിനകത്തേക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കും. അത് നല്ല ഉരുണ്ട് പൊങ്ങി വരികയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ അത് ഉപയോഗിക്കുന്നവർക്കേ പറ്റുള്ളൂ. നമുക്ക് സാധാരണ വെജിറ്റേറിയനായിട്ടുള്ളവർക്ക് ഇത് തന്നെയാണ് പറ്റുക. നമുക്ക് കോരിയെടുക്കാം. കണ്ടോ, നല്ല ഉരുണ്ട് വന്നിട്ടുണ്ട്. നല്ല പൊന്തിഞ്ഞ് വരും. നമ്മളങ്ങോട്ട് ഒഴിക്കുമ്പം തന്നെ അത് പൊന്തിഞ്ഞ് വരും.
നല്ല ഉരുണ്ട് ഉണ്ടോ. മൈദപ്പൊടി ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. മൈദപ്പൊടിയൊക്കെ ചേർത്ത് വെറുതെ ഇതാക്കണ്ടല്ലോ. ഇത് കടലപ്പൊടിയിലാണ് കൂടുതലും പക്കവട ഉണ്ടാക്കാറ്. പിന്നെ അതൊരു കുറച്ചും കൂടെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് ശകലം ഇത് ചേർക്കുന്നത്. അതുപോലെ സ്ക്രിപ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. നന്നായി വറുത്ത് കോരിയെടുക്കാം. നമുക്ക് നല്ല മൂപ്പിച്ചെടുക്കണം. മൂത്ത് നല്ല ഇതായിട്ട് വരണം. ഒരു കപ്പ് പിന്നെ ഇത് നമ്മൾ കടലപ്പൊടിക്ക് ഉണ്ടാക്കിയാലും നമുക്കൊരു 4-5 ആളുള്ള വീട്ടിൽ ചായക്കടിക്കുള്ളതുണ്ടാവും. കാരണം ഇത് നല്ല പൊന്തി നല്ല ഇതായിട്ട് വരും. ഇതിന് അത്യാവശ്യം എരിവുണ്ട്, കടിക്കാൻ ഇഞ്ചിയുണ്ട്, അങ്ങനെ പച്ചമുളകുണ്ട്, അതുപോലെ സബോളയുണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ വഴറ്റുകയാണെങ്കിൽ തന്നെയും കണ്ടമാനം വഴറ്റുന്നില്ല. ഇത് നമ്മൾ കറിക്കൊക്കെ സബോള വഴറ്റുന്ന അത്രയും വഴറ്റുന്നില്ല. ആ സബോളയുടെ വെള്ളം നല്ലതുപോലെ വറ്റിയിട്ട് സബോള ഒന്ന് മയങ്ങി വരുന്നത് മാത്രമേ ഉള്ളൂ. അത്രയും വരുമ്പോഴത്തേന് നമ്മളത് എടുക്കുന്നുണ്ട്. അന്നേരം അത് എണ്ണ കുടിക്കത്തില്ല, തീർത്തും എണ്ണ കുടിക്കത്തില്ല. നമ്മൾ ആ ഒഴിച്ച എണ്ണ തന്നെ അതിനകത്തുണ്ടാവും. നമുക്ക് കോരി ഇങ്ങോട്ട് എടുക്കാം. നല്ലോണം മൂത്തിട്ടുണ്ട്. മൂത്ത് നല്ല നിറമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതുപോലെ കോരി ഒഴിച്ച് പൊരിച്ച് കോരിയെടുക്കാം. ഇതിൻ്റെ പൊടിയൊന്നും ഉണ്ടാവരുത് അതിനകത്ത്. പൊടിയൊക്കെ അതിനകത്ത് കിടന്നാൽ അത് കരിയും. അതിനാണ് ഞാനത് തീർത്തിങ്ങ് കോരിയെടുക്കുക ചെയ്യുന്നത്. നന്നായി കോരി മാറ്റിയതിന് ശേഷം വേണം നമുക്കടുത്തത്. ഉണ്ടോ, അതാ മൂത്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. കണ്ടില്ലേ ഉരുണ്ടിരിക്കുന്നത്. അത് കടലപ്പൊടി ചേർത്ത് എന്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ നന്നായി ഇങ്ങ് പൊന്തി വരും. അത് ഉള്ളു നമുക്ക് ഇങ്ങനെ ഒഴിക്കാം. ഇത് കുറച്ചേ ഉള്ളൂ. ഉള്ളും നമുക്ക് കോരി ഒഴിക്കാം. ഇതെന്ന് വെച്ചാൽ പരസ്പരം ഒട്ടത്തില്ല, വേറെ വേറേതായിട്ട് തന്നെ നമുക്ക് നല്ല ഗുണം കിട്ടും. കാരണം ഇത് ഒഴിക്കുമ്പോൾ തന്നെ പൊരിഞ്ഞങ്ങ് പൊങ്ങി വരും. അതിൻ്റെ പേരിൽ അത് പരസ്പരം ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. വേണ്ട, അതിനകത്തേക്ക് ഞാൻ സോസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്തങ്ങ് വെച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എന്നോട് സഹകരിക്കണം. ഞാൻ എല്ലാവരോടും നന്ദി നമസ്കാരം പറയുന്നു. ഞാൻ നിർത്തുന്നു.